നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. FBI മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനി, ഇസ്രയേലിന് തലവേദന. അങ്ങനെയുള്ള ഒരു ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത കുറച്ചു നേരമായി തന്നെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ വാർത്ത പുറത്തു വരുന്നു. എന്നാൽ ഇതുവരെ ഇസ്രയേൽ പണിഞ്ഞു, അമേരിക്ക പണിഞ്ഞു എന്ന് പറയുന്നത് ഇത്തവണ ഇന്ത്യയുടെ തീവ്രവാദികൾ പലയിടത്തും അജ്ഞാതരാൽ വെടിയേറ്റ് മരിക്കുന്നത് പോലെ തന്നെ ലെബനനിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും തലവേദന ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നിരിക്കുന്നു. മൊസാദിനെ പോലും അമ്പരപ്പിച്ച ഒരു നീക്കമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിന് പിന്നിൽ അമേരിക്കയോ? ഈ ഒരു ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത്. അതിനുള്ള കാരണവും US ഫെഡറൽ ഏജൻസി ആയിട്ടുള്ള FBI മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ട ഭീകരൻ കൂടി ആയതുകൊണ്ടാണ്. കിഴക്കൻ ലബനിലെ ബെക്ക താഴ്വര മേഖലയിൽ ഹമാദിയുടെ വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് അജ്ഞാതർ വെടിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 തവണയാണ് ഹമാദിക്ക് നേരെ വെടിയുതിർത്തത്. കാരണം മരണം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ നീക്കം. ഗുരുതര പരിക്ക് പറ്റിയ ഹമാദിയെ വളരെ വേഗത്തിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അനുയായികൾ എത്തിച്ചു. എന്നാൽ മരണപ്പെടുകയായിരുന്നു. അമേരിക്കൻ ഫെഡറൽ ഏജൻസി വളരെ കാലമായി ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദിയെ തേടി ഇറങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇസ്രയേലും IDF സേനയും ലബനിലേക്ക് കയറിയുള്ള ആക്രമണം ഒന്നും തന്നെ നടത്തുന്ന സമയമല്ല ഇപ്പോൾ. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ നീക്കമാണെന്ന് ആരോപിക്കാനും സാധിക്കില്ല. എന്തുകൊണ്ട് അമേരിക്ക ഇയാളുടെ പിറകെ നടക്കുന്നുവെന്ന് ചോദിച്ചാൽ 153 യാത്രക്കാരും ജീവനക്കാരുമായി ഏതൻസിൽ നിന്നും റോമിലേക്ക് യാത്ര ചെയ്ത ഒരു വിമാനം, ആ വിമാനത്തെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനു പിന്നാലെയാണ് അമേരിക്കൻ ഫെഡറൽ ഏജൻസിയായ FBI തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി തിരഞ്ഞുകൊണ്ടിരുന്നത്. ലെബനീസ് അധികൃതർ എന്തായിരുന്നാലും സംഭവത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറെക്കാലം നീണ്ടുനിന്ന വെടിവെപ്പ് യുദ്ധം അത് 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഏറെക്കുറെ 1.5 മാസക്കാലമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെയില്ല. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കാനായി ബാക്കി നിൽക്കുന്നത്. ജനുവരി മാസം 26-ാം തീയതി തെക്കൻ ലെബനിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തിയിൽ നിന്നും ലിറ്റാനി നദിക്ക് വടക്ക് മേഖലയിലേക്ക് പിൻവാങ്ങുമെന്നുമാണ് കരാറുള്ളത്. അത് ഏത് രീതിയിൽ എത്തിച്ചേരുമെന്നുള്ള ആകാംക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരെന്നറിയാത്തത് കൊണ്ട് എങ്ങനെ പകപോക്കുമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. രണ്ട് കൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിൽ 1.2 ദശലക്ഷത്തിലധികം ലബനീസ് വംശജരെയും 50,000-ത്തിലധികം ഇസ്രയേലികളെയും സ്വന്തം മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇസ്രയേൽ കനത്ത ബോംബാക്രമണങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇതേ തുടർന്ന് ഏകദേശം 3700-ലധികം ലബനീസ് ജനത കൊല്ലപ്പെട്ടു. 130ഓളം ഇസ്രയേലികൾക്കും ജീവൻ നഷ്ടമായി. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ പ്രകാരമുള്ള പലസ്തീനികളെ മോചിപ്പിക്കുകയും ഇതിനിടയിൽ ചെയ്തിരുന്നു. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലെ ബൊഫർ സൈനിക ജയിലിലുള്ള 90 പേരെയാണ് ഇങ്ങനെ വിട്ടയച്ചത്. എന്തായിരുന്നാലും ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ ഹിസ്ബുള്ള നേതാവ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ അധികാരത്തിലെത്തിയ അന്നേ ദിവസം തന്നെ വളരെ വിവാദകരമായ പല നീക്കങ്ങളിലും പല കരാറുകളിലും ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ബൈഡൻ കൊണ്ടുവന്ന പല നിയമങ്ങളും മാറ്റങ്ങളും നയങ്ങളും ഒക്കെ തന്നെ ബഹിഷ്കരിച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായൊരു വിഷയം, അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പനാമ കനാൽ തിരിച്ചു പിടിക്കുമെന്ന വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. നിർമ്മിച്ചു നൽകാൻ അറിയാമെങ്കിൽ അത് തിരിച്ചെടുക്കാനും തങ്ങൾക്കറിയാമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപ് നടത്തിയ ഈ പരാമർശങ്ങൾക്കെതിരെ ഇപ്പോൾ പനാമ പ്രസിഡന്റ് മുലിനോ രംഗത്ത് വരികയാണ്. ട്രംപിന്റെ വാക്കിനെ തള്ളിക്കറഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് രംഗത്ത് വന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കനാൽ പനാമയുടേതാണെന്നും അത് വിട്ടുകൊടുക്കില്ല എന്നുകൂടിയാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ പറയുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കാനായി ട്രംപ് തീരുമാനിച്ചതും ധനസഹായം ഇനി നൽകുന്നില്ല എന്നുള്ള കടുത്ത തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി ആരെ പോയി കാണുമെന്നുള്ളതാണ് ഏറെ അങ്കലാപ്പ് ഉയർത്തുന്നത്. അമേരിക്കയുടെ നിലപാട് ഐക്യരാഷ്ട്രസഭയുടെ മൂല്യങ്ങളുടെ ലംഘനമാണെന്നാണ് പനാമ പ്രസിഡന്റ് പറയുന്നത്. ആ മൂല്യങ്ങളെ തങ്ങൾ മതിക്കുന്നില്ല എന്നുകൂടിയാണ് ട്രംപിന്റെ വാദത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പനാമ കനാൽ ഉപയോഗത്തിനുള്ള അമിത നിരക്ക് എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഉടൻ തന്നെ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ കപ്പലുകൾക്ക് കനാലിൽ അന്യായമായ നിരക്ക് ഏർപ്പെടുത്തിയെന്നാണ് ട്രംപ് ആരോപണം. പനാമ കനാൽ മേഖലയിലെ ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചുള്ള വളരെ വലിയ കാര്യങ്ങൾ നേരത്തെ എടുത്തു കാട്ടിയിരുന്നു. പനാമയ്ക്ക് നൽകിയ ദാനമാണ് ഈ കനാൽ. എന്നിട്ടും അമേരിക്കയോട് ചെയ്യുന്നത് വളരെയധികം മോശകരമായ കൃത്യമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.
പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന 82 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലാണ് പനാമ കനാൽ. 1904-ലും 1914-ലും ഇടയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു 1977 വരെ. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് 99 ഡിസംബർ 31-നാണ് ഈ കനാലിന്റെ നിയന്ത്രണം പനാമയുടെ കൈകളിലെത്തിയത്. കൃത്യമായി പറയുകയാണെങ്കിൽ 25 വർഷക്കാലമായി.